പൊങ്കാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് കാനൂർ മണ്ഡലം UDF കൺവെൻഷൻ സംഘടിപ്പിച്ചു. SNDP ഹാളിൽ നടന്ന കൺവെൻഷൻ അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷന് മുന്നോടിയായി സ്ഥാനാർത്ഥികൾ കാനൂർ ജംഗ്ഷനിലെ കപ്പേളയിലും SNDP ഗുരുമണ്ഡപത്തിലും പ്രാർത്ഥന നടത്തി. SNDP ഹാളിൽ നടന്ന പരിപാടിയിൽ KJ ജോയ് അധ്യക്ഷത വഹിച്ചു. MLA അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ കുടുംബാംഗങ്ങളും ഈ 9-ാം തീയതി വരെ സൂക്ഷ്മത പാലിക്കണം. അവരുടെ ഭാഗത്തും ചെറിയ കുസൃതി ഉണ്ടായാൽ അത് ആരെ ബാധിക്കും? സ്ഥാനാർത്ഥി ബാധിക്കും. അപ്പോൾ സ്ഥാനാർത്ഥി സൂക്ഷ്മത പാലിക്കണം, സഹപ്രവർത്തകർ സൂക്ഷ്മത പാലിക്കണം, കുടുംബാംഗങ്ങൾ സൂക്ഷ്മത പാലിക്കണം. ഇതെല്ലാം ഇങ്ങനെ പൊങ്ങി വന്ന തെരഞ്ഞെടുപ്പാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ ഒരുപക്ഷെ ജയിക്കാൻ സാധിക്കുമെങ്കിലും പഞ്ചായത്തിൽ ജയിക്കാൻ കുറച്ച് പാടുണ്ട്. കാരണം നമ്മളെ ശരിക്കും സ്കാൻ ചെയ്തിട്ടാണ് പഞ്ചായത്തായാലും ബ്ലോക്കായാലും ജില്ലയെ വോട്ട് ചെയ്യുന്നത്. കാരണം ഞാൻ അനുഭവസ്ഥ, ഞാൻ പഞ്ചായത്ത് മത്സരിച്ച ആളാണ്, ജില്ലാ പഞ്ചായത്ത് മത്സരിച്ച ആളാണ്. കാരണം ഞാൻ ജില്ലാ പഞ്ചായത്ത് മത്സരിച്ചപ്പോൾ എല്ലാ വാർഡിലും ലീഡ് ചെയ്ത്, ഈ കാഞ്ഞൂർ പഞ്ചായത്ത് അന്നത്തെ എല്ലാ വാർഡിലും ലീഡ് ചെയ്ത്, കമ്മ്യൂണിസ്റ്റുകാർ ജയിച്ച വാർഡിലും BJP-ക്കാർ ജയിച്ച വാർഡിലൊക്കെ എനിക്ക് ലീഡ് കിട്ടി. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, സൂക്ഷ്മത പാലിക്കണമെന്ന് പറഞ്ഞത്. ബ്ലോക്ക് പഞ്ചായത്ത് പാർപ്പുറം ഡിവിഷൻ പ്രിയങ്കരനായിട്ടുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹിയും ഏറെക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പങ്കാളിയുമായ ശ്രീ MC രഘു, വാർഡ് 1-ാം വാർഡിൽ മത്സരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മുൻ വാർഡ് പ്രസിഡന്റായിട്ടുള്ള പോളിന്റെ ഭാര്യ കൂടിയായിട്ടുള്ള ലിൻഡയാണ്. ലിൻഡയെ ക്ഷണിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ അട്ടിമറി വിജയം കരസ്ഥമാക്കാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന 2-ാം വാർഡിലെ സ്ഥാനാർത്ഥി എബിൻ ഡേവിസ്. RSP ജില്ലാ സെക്രട്ടറി ജോർജ് സ്റ്റീഫൻ, VP ജോർജ്, KN കൃഷ്ണകുമാർ, PH നൌഷാദ്, CK ഡേവിസ്, വർഗീസ് കോയിക്കര, തോമസ് കോയിക്കര, ജോർജ് ഓണാട്ട്, പ്രിയ രഘു, ഡോക്ടർ ഗീത സജീവൻ, MI ദേവസിക്കുട്ടി എന്നിവർ സംസാരിച്ചു. ഒരു മാതൃക തോന്നുന്ന വിധത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ ഇനിയുള്ള സമയങ്ങളിൽ എല്ലാവരും ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണസമിതി വീണ്ടും വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടും ചെമ്പ് സ്വർണ്ണമാക്കുന്ന മാസ്മരവിദ്യ LDF ഏതു തരത്തിലുള്ള സ്വർണത്തെയും ചെമ്പാക്കി മാറ്റുന്ന ഒരു കാലഘട്ടമാണിത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കൊള്ളയ്ക്കെതിരെ ശബ്ദമുയർത്താൻ കിട്ടുന്ന അവസരമാണിത്. നമ്മുടെ പ്രവർത്തകരെല്ലാം ആത്മാർത്ഥമായി ശ്രമിച്ചാൽ നമുക്ക് 17 സീറ്റും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിലെ വിജയം UDF-ന് അനിവാര്യമാണ്. മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ സ്വാഭാവികമായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുകളിൽ അധികം രാഷ്ട്രീയം കടന്നു വരാറില്ല. അങ്ങനെ കടന്നു വരാൻ നമ്മൾ താല്പര്യമെടുക്കാറില്ല. പക്ഷേ UDF-നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് തികച്ചും ഒരു രാഷ്ട്രീയ പോരാട്ടമായി തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു.